മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ വലിയൊരു തിരിച്ചുവരവ്. ഇന്ന് രാവിലെ കളി തുടങ്ങിയപ്പോൾ പന്തിനെയും ജഡേജയും നഷ്ടമായ ഇന്ത്യ ഫോൾ ഓൺ എന്ന വലിയൊരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നു. അവിടെ നിന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും കൂടി ഇന്ത്യക്ക് വേണ്ടി പ്രതിരോധ കോട്ട കെട്ടിയപ്പോൾ അതിൽ തട്ടി വീഴാനേ കങ്കാരിപ്പടയ്ക്ക് സാധിച്ചുള്ളൂ. 8ാമത്തെ വിക്കറ്റിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ 3ാമത്തെ ഇന്ത്യയുടെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ഇപ്പോൾ നേടിയിരിക്കുന്നത്. 221-ന് 7 വിക്കറ്റ് എന്ന നിലയിൽ നിന്നും ഇരുവരും ചേർന്ന് 326-ലേക്ക് ഇന്ത്യ എത്തിച്ചു. മഴ വന്ന് 2ാമത്തെ സെഷൻ അവസാനിച്ചപ്പോൾ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 84 റൺസാണ് ഈ ഒരു സെഷനിൽ ഇന്ത്യ അടിച്ചു കൂട്ടിയത്. ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞ് ഇത് ആദ്യമായ ഒരു സെഷൻ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് നിതീഷ് റെഡ്ഡിയുടെ ബാറ്റിംഗ് ആണ്. എന്തു മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ ഒരു പിച്ചിൽ ബാറ്റ് ചെയ്തത്. തന്റെ കരിയറിലെ ആദ്യ ടെസ്റ്റ് 50 നിതീഷ് പിന്നിട്ടിരിക്കുന്നു. അവസാന സെഷൻ പിരിയുമ്പോൾ 119 ബോളിൽ 85 റൺസ് അദ്ദേഹം എടുത്തിരിക്കുന്നു. 71 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ബാറ്റ് വീശുന്നത്. അതേസമയം ക്ഷമയുടെ നെല്ലിപ്പലക ഉപയോഗിച്ച് കങ്കാരിപ്പടയെ പരീക്ഷിക്കുകയാണ് വാഷിംഗ്ടൺ സുന്ദർ. 115 ബോളുകൾ നേരിട്ട് അദ്ദേഹം നേടിയത് 40 റൺസ്. ഇനി 148 റൺസ് കൂടി വേണം ഇന്ത്യക്ക് ലീഡ് എടുക്കണമെങ്കിൽ. ഇരുവരും മികച്ച രീതിയിൽ നിന്നാൽ ആ ഒരു അത്ഭുതവും ഇന്ത്യക്ക് മെൽബണിൽ സാധ്യമാകും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിതീഷ് റെഡ്ഡി തന്റെ കരിയറിലെ ആദ്യ സെഞ്ചുറി ഓസ്ട്രേലിയൻ മണ്ണിൽ കുറിക്കുമോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട.